രാവിലെ 2 ഇഡ്ഡലിയും കഴിച്ച് ഒരു കട്ടൻ ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ചേട്ടൻ എനിക്കുള്ള പണിയായിട്ട് വന്നത്. മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. എനിക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പൊടിമീനൊക്കെ വാങ്ങിക്കണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ഫ്രഷൊക്കെ ആയിരിക്കും, പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഈ പൊടിമീൻ മിക്സായിട്ട് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒരു ക്ലീൻ ചെയ്യാനും അത് കുക്ക് ചെയ്യാനും ഒരു താല്പര്യക്കുറവ് തോന്നുക. അപ്പോൾ ഇന്ന് അങ്ങനത്തെ കുറേ മീനുകളാണ് കേട്ടോ വാങ്ങിച്ചിട്ട് വന്ന്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചേട്ടനാണെങ്കിൽ ഈ പുഴമീനാണ് നല്ല ഫ്രഷാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്തിട്ട് പൊയ്ക്കളഞ്ഞിട്ടാ. പിന്നെ അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ മീനൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അതിൻ്റെ പേരും ഇതൊന്നും അറിയില്ല. അപ്പോൾ ഒരുവിധം ഞാനതിൻ്റെ തൊലിയൊക്കെ കളയുന്ന പോലത്തെ മീനായിരുന്നു. തൊലിക്കൊക്കെ നല്ല കട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ തോലൊക്കെ അതിന് പൊളിച്ചെടുത്ത്. പിന്നെ ഈ ഒരു മീൻ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതും വലുതൊക്കെ ആയിട്ട്. ഇതിൻ്റെ പേര് നച്ചക്ക എന്നാണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ തൊലി ഭയങ്കര കട്ടിക്കായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് പറിച്ചെടുത്തത്. കയ്യിലാണിങ്ങനെ വഴുതി പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഒരു വിധം ഞാനെല്ലാം അങ്ങോട്ട് പറിച്ചെടുത്ത് കളഞ്ഞു. ഇതിൻ്റെ തന്നെ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതാണെങ്കിൽ അവസാനം ഫ്രൈ ആക്കി കൊടുത്തപ്പോഴത്തേക്കും ഇതിനൊരു ടേസ്റ്റ് ഇല്ലാടി എന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാം കൂടെ എങ്ങനെയൊക്കെയോ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടാണ്. പക്ഷേ തലേ ദിവസത്തെ മീൻകറി അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ടാണ് ഈ മീനൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് അവരൊക്കെ ഉണ്ടല്ലോ, അത് ഞാനതേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് അതും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ചോറും ഇതേ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് തിളച്ച് വന്ന് മാറ്റിയെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവരൊക്കെ കട്ട് ചെയ്തെടുത്ത് അതും കൂടെ ഒന്ന് ഉപ്പേരിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ തന്നെ 2 മീനും കൂടെ വറക്കാനുണ്ട്. അപ്പോൾ തലേന്നത്തെ മീൻ കറി ഉണ്ടല്ലോ, പിന്നെ രാവിലെ വെച്ച പരിപ്പ് കറിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചേട്ടന് പെട്ടെന്ന് തന്നെ ചോറ് കൊടുത്തിട്ടാണ് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിനും കൊടുത്ത് ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കൊച്ചിന് ചോറ് കൊടുക്കാൻ പോയേ. പിന്നെ കറിയൊക്കെ ആയതിനു ശേഷം ഞാനും ഫുഡ് എടുത്ത് കഴിച്ചട്ടാ. അപ്പം ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ചാച്ചാ.